കനിയുടെ ഇത്തരം ഫാഷൻ സ്റ്റേറ്റ്മെന്റ്സ് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ക്യാൻസിൽ പോകുമ്പോഴുള്ള ലൈക് പാലസ്തീൻ അനുകൂല പ്രഖ്യാപനമാണെന്ന് ഫാഷൻ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ച സമയത്ത് ലിപ്സ്റ്റിക് വാസ് ഡിസ്കഷൻ. സോ ഇത്തരം കാര്യങ്ങളൊക്കെ അഗൈൻ ഇന്റർവ്യൂല് കാല് കയറ്റി വെക്കുന്ന പോലെ ഒരു ഡിസ്കഷൻ ആവുന്ന ഒരു സുഖമായിട്ട് ജീവിക്കുന്ന കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഡിസ്കഷൻ. ലാസ്റ്റ് 20 years എന്താ സംഭവിക്കണമെന്ന് എനിക്കറിയില്ല ശരിക്കും. ഐ ആം ഇൻ എ വേൾഡ് ഓഫ് മൈ ഓൺ. നല്ല കാര്യമാണ് ഇതൊക്കെ ഇങ്ങനെ ഒരു ഡിസ്കഷൻ ആവുന്നത് കനിക്കൊരു ലൈക്ക് എപ്പോഴും ഇത് ഡിസ്കഷൻ ആവുന്നു, ഇതിനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വായിക്കുന്നു. സോ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത് വേണം എന്നുള്ള നിർബന്ധം? അതൊന്നും ഞാൻ വായിക്കാറില്ല. ഒന്നാമത് ചിലപ്പോൾ ഇതുപോലെ ആരെങ്കിലും അയച്ചു തരും, നമ്മൾ കണ്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ തുടങ്ങുമ്പോൾ നോക്കി ഇത് നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കില്ല ഒന്നും. ഓക്കെ. അങ്ങനെ ഇപ്പോൾ എന്താ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ സംസാരിക്കേണ്ട കാര്യമാണെങ്കിൽ ചിലത് ആലോചിക്കും, അല്ലാത്ത കാര്യം ഞാൻ നോക്കാറൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ കാര്യം ഇതൊക്കെ എന്തിനാണ് അതിനേക്കാളും എന്താ എനിക്ക് പറയാറുണ്ടോ അതേ പറ്റിയൊന്നും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് പറഞ്ഞു മാം എപ്പോഴെങ്കിലും അങ്ങനെ ഒരു 3-4 ദിവസം ഒട്ടും ക്ലാരിറ്റി കിട്ടുന്നില്ല, പിന്നെ എപ്പോഴും കുറച്ച് കഴിഞ്ഞപ്പോൾ കിട്ടാൻ തുടങ്ങി, അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും? തീർച്ചയായിട്ടും. ആർക്കും ഒന്നും അറിയില്ലല്ലോ, ഇവർക്ക് ഈ പടം എന്താവും എന്നൊക്കെ തോന്നും. പക്ഷെ എവിടെയോ ഒരു പാത്തിൽ പോകുന്നുണ്ട്, പിന്നെ അതില് പിടിച്ചിട്ട് നമുക്ക് ഓക്കെ ഇനി ശരിയാവും എന്ന്. മാമിന്റെ അനുഭവം അപ്പോഴും നല്ലത് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്റെ പോലെ തന്നെ ഞാൻ ചില സമയത്ത് വന്നിട്ടായിരിക്കും എന്തൊക്കെയാണ്, എന്നിട്ട് ഞാനൊരു പടത്തിൽ നിന്ന് ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പോവാണെന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് സോ ബാഡ്. മറ്റേ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എവിടെ നോക്കണം എന്ന് പോലും അറിയില്ല. അങ്ങനത്തെ യൂണിറ്റും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ അവര് പറഞ്ഞു, അല്ല ഞങ്ങൾ വേറെ ഡയറക്ടർ കൊണ്ടുവരട്ടെ എന്ന്.